പ്രവാസലോകത്തെ വാർത്തകൾ. യുഎസിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കുടിയേറ്റ നടപടിക്രമങ്ങൾ കർശനമാക്കുന്നു. വർക്ക് പെർമിറ്റ് കാലാവധി 18 മാസമായി കുറച്ചു. പുതിയ നിയമം കുടിയേറ്റക്കാർക്ക് കനത്ത വെല്ലുവിളിയായി. അഭയാർത്ഥികൾക്കും മറ്റു നിയമപരമായ സംരക്ഷണം ലഭിച്ച കുടിയേറ്റക്കാർക്കുമുള്ള എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റിന്റെ കാലാവധി കുറയ്ക്കുമെന്ന് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചു. ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചവർക്കും ഈ മാറ്റം ബാധകമാകും. പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ തട്ടിപ്പുകൾ തടയാനും രാജ്യത്തിന് അപകടകാരികളായവരെ കണ്ടെത്താനും സാധിക്കുമെന്ന് അധികൃതർ പറയുന്നു. യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് നൽകുന്ന വർക്ക് പെർമിറ്റാണ് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ്. യുഎസിലേക്ക് കുടിയേറുന്ന ചില വിഭാഗക്കാർക്ക് രാജ്യത്ത് നിയമപരമായി ജോലി ചെയ്യാൻ EAD അനുവദിക്കുന്നു. നിലവിൽ 5 വർഷമാണ് EADക്ക് സാധുതയുള്ളത്. എന്നാൽ പുതിയ നിയമമനുസരിച്ച് ഇത് പരമാവധി 18 മാസമായി ചുരുക്കും. ഇതുവഴി EAD പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ കുടിയേറ്റക്കാരെ കൂടുതൽ തവണ പരിശോധിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കും. ഡിസംബർ 5 വെള്ളിയാഴ്ചയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അപേക്ഷകൾക്കും അന്ന് നിലവിലുള്ള അപേക്ഷകൾക്കും പുതിയ നയം ബാധകമാകും. അഭയാർത്ഥികൾ, അഭയം ലഭിച്ചവർ, നാടുകടത്തൽ തടഞ്ഞവർ, അഭയം ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ നാടുകടത്തൽ തടയുന്നതിനോ ഉള്ള അപേക്ഷകൾ തീർപ്പാക്കാത്തവർ തുടങ്ങിയവർക്കാണ് ഇത് ബാധകമാകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ സ്വദേശീവൽക്കരണ നടപടികൾ കൂടുതൽ കർശനമാക്കി. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ആശങ്കയിൽ. UAEയുടെ സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫിസ് പ്രകാരം ഈ വർഷം സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണമെന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഡിസംബർ 31-നകം 2% സ്വദേശീവൽക്കരണം നടത്താനാണ് നിർദ്ദേശം നൽകിയത്. 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ 2025-ലെ 2% സ്വദേശീവൽക്കരണം ഉൾപ്പെടെ 8% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ്. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ 2026 ജനുവരി 1 മുതൽ കടുത്ത നടപടികൾ ആരംഭിക്കും. സ്വദേശികളെ നിയമിക്കാത്ത ഓരോ ഒഴിവിനും ആളൊന്നിന് പ്രതിമാസം 8,000 ദിർഹം, അതായത് വർഷത്തിൽ 96,000 ദിർഹം പിഴ ഈടാക്കുകയും ചെയ്യും. അടുത്ത വർഷം മുതൽ ഇത് 9,000 ദിർഹമായി വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചു. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള കമ്പനികളും വർഷാവസാനത്തോടെ ഒരു സ്വദേശിയെ നിയമിക്കണമെന്നാണ് നിർദ്ദേശം. സ്വദേശീവൽക്കരണത്തിൽ കൃത്രിമം കാണിക്കുന്ന കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്തും. കൃത്രിമം കാണിച്ചാൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി 1 മുതൽ വ്യാപക പരിശോധനകൾ നടത്തും. നിയമപരമായ ആവശ്യങ്ങൾക്കായി സ്വദേശികളെ ചെറിയ ശമ്പളത്തിൽ നിയമിക്കുകയോ കൃത്യമായ ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാതെ നിയമിക്കുകയോ ചെയ്യുന്നതും നിയമലംഘനമാണെന്ന് കണക്കാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമ്പത്തിൽ ഗൾഫ് മേഖലയിൽ കുവൈറ്റ് ഒന്നാമത്. രാജ്യത്തിന്റെ ആസ്തി GDPയുടെ 7.6 ഇരട്ടിയാണെന്ന് റിപ്പോർട്ട്. GDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ സമ്പത്തിന്റെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കുവൈറ്റ് 1-ാം സ്ഥാനത്ത്. ഗ്ലോബൽ SWF പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സെമാഫോർ എന്ന വെബ്സൈറ്റാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി, കുവൈറ്റ് സെൻട്രൽ ബാങ്ക് എന്നിവയിലൂടെ കുവൈറ്റ് $1.2 ട്രില്യൺ മൂല്യമുള്ള ആസ്തികളാണ് സമാഹരിച്ചിരിക്കുന്നത്. ആസ്തി രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 7.6 മടങ്ങ് വരും. സമ്പത്തിന്റെ വലിപ്പത്തിൽ മുന്നിലുള്ള അബുദാബിയേക്കാൾ കൂടുതലാണ് GDPയുമായുള്ള ഈ താരതമ്യ അനുപാതം. $2.2 ട്രില്യൺ മൂല്യമുള്ള നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്ന അബുദാബിയുടെ സമ്പത്ത് അവരുടെ GDPയുടെ 6.7 മടങ്ങ് മാത്രമാണ്. ഗ്ലോബൽ SWF ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നവംബറിൽ $4.5 ബില്യൺ നിക്ഷേപിച്ച് ആഗോള സോവേറിയൻ വെൽത്ത് ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച സ്ഥാപനമായി മാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.